मीठी सारंगी सारंगी ई ഇൻസ്ട്രുമെൻറ്റ് एक गाँव में एक സാരംഗി വാല ആയ ഗാവ് വില്ലേജ് ഒരു വില്ലേജിൽ ഒരു സാരംഗി വായിക്കുന്ന ആൾ വന്നു. വह സാരംഗി बहुत अच्छी बजाता था. അയാൾ നല്ലപോലെ സാരംഗി വായിക്കുമായിരുന്നു. रात में जब उसने सारंगी बजाना शुरू किया तब गांव के बहुत से लोग इकट्ठे हो गए. രാത്രി അയാൾ സാരംഗി വായിക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടിലത്തെ എല്ലാവരും അവിടെ ഒത്തുകൂടി. सारंगी की मीठी आवाज़ और सारंगी वाले के बजाने की कला से गांव के लोग दंग रह गए. സാരംഗിയുടെ മധുരമായ ശബ്ദവും കേട്ട് ആ സാരംഗി വായിക്കുന്ന ആളുടെ കലയും കണ്ട് ആ നാട്ടിലത്തെ എല്ലാവരും ആശ്ചര്യപ്പെട്ടുപോയി. സബ് ലോഗ് കഹനെ ലഗെ कैसी मीठी सारंगी है. എല്ലാവരും പറയാൻ തുടങ്ങി, എന്തൊരു മധുരമായ സാരംഗി. ആഹാ കിത്ന ആനന്ദ് ആ രഹാ ഹൈ, എത്ര മനോഹരം. वहीं पास में बैठा हुआ भोला भी लोगों की ये बात सुन रहा था. അവിടെ അടുത്തൊരു കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു, ഭോല. അവൻ എല്ലാവരുടെയും ഈ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. വേ मन ही मन कहने लगा, इन लोगों को सारंगी बहुत मीठी लगी, लेकिन मेरा मुंह मीठा हुआ ही नहीं, ये सब झूठे हैं. അവൻ മനസ്സിൽ വിചാരിച്ചു, ഇവരെല്ലാവരും ഈ സാരംഗിയെ വളരെ മധുരം എന്ന് പറയുന്നു, പക്ഷെ എനിക്കൊരു സ്വാദും വന്നില്ലല്ലോ, എല്ലാവരും കള്ളം പറയുന്നതാണ്. थोड़ी देर बाद उसने सोचा कि शायद सारंगी वाले के पास बैठने से मुंह मीठा हो जाए. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ചു, ചിലപ്പോൾ ആ സാരംഗി വായിക്കുന്ന ആളുടെ അടുത്തിരുന്നാൽ എനിക്ക് സ്വാദ് കിട്ടും. इसलिए वह सारंगी वाले के पास जाकर बैठ गया. അപ്പോൾ അയാളുടെ അടുത്ത് പോയിരുന്നു. रात के 3-4 बजे जब सारंगी वाले ने गाना बजाना बंद कर दिया तब लोगों ने सारंगी वाले से कहा, महाराज आपकी सारंगी बहुत ही मीठी है, हमें बड़ा ही आनंद आया, 2-4 दिन यहीं ठहरिए. രാത്രി 3-4 മണി വരെ സാരംഗി വായിച്ചു അയാൾ. അത് നിർത്തിയപ്പോൾ ആൾക്കാർ അയാളുടെ അടുത്ത് പറഞ്ഞു, മഹാരാജ് നിങ്ങളുടെ സാരംഗി നല്ല മധുരം തന്നെ, നമുക്ക് ഇവിടെയുള്ള എല്ലാവർക്കും നല്ല ഇഷ്ടം തോന്നി, ഒരു 2-3 ദിവസം ഇവിടെ തന്നെ നിന്നോളൂ. ये बातें सुनकर भोला मन ही मन झुंझलाया और सोचने लगा, ये लोग झूठ तो नहीं बोल सकते, सारंगी मीठी ज़रूर है, पर मुझे न जाने स्वाद क्यों नहीं आया. झुंझलाया, കൺഫ്യൂസ്ഡ്. ഇവരുടെ സംസാരം കേട്ടിട്ട് ഭോല മനസ്സിൽ നല്ലോണം കൺഫ്യൂസ്ഡായി. എന്നിട്ട് വിചാരിച്ചു, ഇവിടുത്തെ ആൾക്കാർക്ക് കള്ളം പറയാനാവില്ലല്ലോ, സാരംഗി നല്ല മധുരം തന്നെയാണ്, പക്ഷേ എനിക്കെന്താ സ്വാദ് വന്നില്ല. तब तक रात ज़्यादा हो गई थी, इस कारण लोग घर नहीं गए, वहीं चौपाल में सो गए. അപ്പോഴേക്കും രാത്രി ഒരുപാടായി, അത് കാരണം ആൾക്കാർ വീട്ടിൽ പോയില്ല, അവർ ചോപ്പാൽ വരാന്തയിൽ തന്നെ ഉറങ്ങി. सारंगी वाले ने भी सारंगी पर खोली चढ़ाई और उसे अपने सिरहाने रखकर सो गया. ആ സാരംഗി വാലയും ആ ഇൻസ്ട്രുമെൻറ്റിനെ ഖോലി കവർ ചെയ്തു, എന്നിട്ട് സിർഹാനെ തലയ്ക്ക് മീതെ വെച്ച് ഉറങ്ങി. पर भोला को चैन कहाँ था, പക്ഷെ ഭോല എങ്ങനെയാ ഉറങ്ങുക. जब लोग नींद में खराटे लेने लगे तब उसने चुपके से उठकर वह सारंगी उठा ली और ऊपर का खोल उतार कर उसे जीभ से चाटा. എല്ലാവരും നല്ല ഉറക്കത്തിലായപ്പോൾ ഭോല മെല്ലെ ആ സാരംഗി എടുത്തു, എന്നിട്ട് അതിൻ്റെ കവർ മാറ്റി ടേസ്റ്റ് ചെയ്തു. कुछ स्वाद नहीं आया, ഒരു ടേസ്റ്റും വന്നില്ല. अब उसने सारंगी को खूब हिलाया, നല്ലോണം സാരംഗി ഇളക്കി നോക്കി. उसके छेद को मुंह के पास लगाकर मुंह में उंडेला. ആ സാരംഗിയുടെ ഹോൾസിനെയും നല്ലോണം ടേസ്റ്റ് ചെയ്ത് നോക്കി. पर सारंगी से एक भी मीठी बूंद नहीं निकली, ഒരു മധുരവും വന്നില്ല. वह लोगों की बेवकूफ़ी पर बहुत ही झुंझलाया. ബേവക്കൂഫി മണ്ടത്തരം, അവൻ ആൾക്കാരുടെ മണ്ടത്തരത്തിൽ നല്ലോണം കുറച്ചും കൂടി കൺഫ്യൂസ്ഡായി. अब की बार उसने सारंगी को गांव से बाहर दूर ले जाकर फेंक दिया. പിന്നെന്താ ചെയ്തേ, അവൻ ആ നാട്ടിൽ നിന്ന് വെളിയിലേക്ക് പോയി ആ സാരംഗിയെ പുറത്തേക്ക് എറിഞ്ഞു. वह लोगों की बेवकूफ़ी पर हंसता हुआ अपनी जगह पर आकर चुपचाप सो गया. ആൾക്കാരുടെ മണ്ടത്തരത്തിൽ ഒന്ന് ചിരിച്ചിട്ട്
സ്വന്തം സ്ഥലത്തിൽ മിണ്ടാണ്ടുറങ്ങി. सवेरा होने पर जब सारंगी अपनी जगह पर नहीं मिली तो सब लोग और सारंगी वाला बड़े दुखी हुए. രാവിലെ എല്ലാവരും എണീച്ചപ്പോൾ സാരംഗി അവിടെ ഇല്ല. അപ്പോൾ എല്ലാവർക്കും ആ സാരംഗി വായിക്കുന്ന ആൾക്കും നല്ലോണം വിഷമം തോന്നി. लोग कहने लगे बड़ी मीठी सारंगी थी पता नहीं कौन ले गया. ആൾക്കാർ പറയാൻ തുടങ്ങി, എന്ത് മധുരമായ സാരംഗിയായിരുന്നു, ആരാണാവോ കൊണ്ടുപോയത്. भोला इस बात को ना सुन सका और गुस्से से बोला क्या खाक मीठी थी. ഭോല ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു ദേഷ്യത്തോടെ, എന്ത് മധുരം, मैंने तो उसे अच्छी तरह चाटा था उसमें ज़रा भी मिठास नहीं थी. ഞാൻ അതിനെ നല്ലോണം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഒരു മധുരവും ഉണ്ടായിരുന്നില്ല. തും സബ് ലോഗ് झूठे हो और बाबा जी की खुशामद करते हो. നിങ്ങളെല്ലാവരും കള്ളാണ് പറയുന്നത്, പിന്നെ ഈ സാരംഗി വായിക്കുന്ന ആളെ പൊക്കി പൊക്കി പറയുന്നുണ്ട്. ലോഗോനെ പൂച്ച പർ സാരംഗി ഹേ കഹാ. ആൾക്കാർ ചോദിച്ചു, സാരംഗി എവിടെയാ പക്ഷേ. ഉസ്നെ കഹാ ഗാവ് കെ ബാഹർ പടി ഹേ. നാട്ടിൽ നിന്ന് വെളിയിലേക്ക് ഞാൻ പോയിട്ട് അതെടുത്ത് എറിഞ്ഞു. ലോഗോനെ ഭോല കി ബേവ്കൂഫി പർ സിർ പീട്ട് ലിയ. ആൾക്കാർ ഭോലയുടെ മണ്ടത്തരത്തിൽ തലയ്ക്ക് മീതെ കൈവച്ചു. സാരംഗി കി മിഠാസ് ഗാവ് വാലെ കഹത്തെ ഥേ കൈസി മീഠി സാരംഗി ഹേ. ആൾക്കാരെന്താ പറഞ്ഞേ, എന്ത് മധുരമായ സാരംഗി. ഇസ്കാ ക്യാ മത്ലബ് ഹേ, സഹി ബാത് പർ നിഷാൻ ലഗാओ. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് സാരംഗി ചക്നെ പർ മീഠി തീ. സാരംഗി ടേസ്റ്റി ആയിരുന്നോ, അതാണോ പറഞ്ഞേ? സെക്കൻഡ് സാരംഗി സെ നിക്കൽനെ വാലി ആവാസ് സുനനെ മേ അച്ഛി ലഗ്തി ഹെ. സാരംഗി എന്ന് വരുന്ന ശബ്ദത്തിനെയാണ് മധുരം എന്ന് പറഞ്ഞത്. തേർഡ് സാരംഗി കെ ആസ്പാസ് മധുമക്ഖിയാ ബിൻ ബിനാ രഹി ഥി. സാരംഗിയുടെ അടുത്ത് നിറയെ തേനീച്ചകൾ ചുറ്റും ഉണ്ടായിരുന്നു. സെക്കൻഡ് പോയിന്റ്, സാരംഗി എന്ന് വരുന്ന ശബ്ദത്തിനെയാണ് അവർ മധുരം പറഞ്ഞത്. അബ് തും സമജ് ഗയേ ഹോംഗെ കി ഗാവ് വാലെ സാരംഗി കോ മീഠി ക്യൂം കഹത്തെ ഥേ. ഇനി നിങ്ങൾക്ക് മനസ്സിലായി ഈ നാട്ടുകാർ എന്തിനാണ് സാരംഗിയെ മധുരം എന്ന് പറഞ്ഞത്. അബ് ബത്താओ കടുവി ബാത് കാ ക്യാ മത്ലബ് ഹേ. ഈ കടുവി ബാത് പറഞ്ഞാൽ എന്താ? കടുവി ബാത് പറഞ്ഞാൽ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത സംസാരത്തിനെയാണ് കടുവി ബാത് പറയുന്നത്. കഹാനി സെ ഭോല ने क्यों सोचा कि सभी झूठ बोल रहे हैं. ഭോല എന്തിനാ വിചാരിച്ച് എല്ലാവരും കള്ളാണ് പറയുന്നത്? കാരണം ഭോല എത്ര ടേസ്റ്റ് ചെയ്തിട്ടും അതിൽ മധുരം വന്നില്ല. അപ്പോൾ അവൻ വിചാരിച്ചു നാട്ടുകാർ കള്ളം പറയുന്നത്. ഭോല കോ സാരംഗി കാ സ്വാദ് ക്യൂ നഹി ആയ. ഭോലയ്ക്ക് സാരംഗിയുടെ സ്വാദ് എന്താ വന്നില്ല? കാരണം അവന് മ്യൂസിക്കിനെ കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും സാരംഗിയിൽ നിന്ന് വരുന്ന മ്യൂസിക്കിനെ കുറിച്ചല്ലേ പറഞ്ഞത്. ഭോല ने किस तरह से ये जानने की कोशिश की कि സാരംഗി മീഠി ഹെ. ഭോല എങ്ങനെയൊക്കെയാണ് നോക്കിയത് സാരംഗി നല്ല മധുരമാണെന്ന്? ഭോല അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കി. സാരംഗി വാലെ ने സാരംഗി पर खोल चढ़ाया और अपने सिरहाने रखकर सो गया. സാരംഗി വാല ആ സാരംഗിയുടെ മേലെ കവർ ചെയ്തില്ലേ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. സാരംഗി വാലെ ने अपनी സാരംഗി पर खोल क्यों चढ़ाया होगा. എന്തിനാണ് അതിനെ കവർ ചെയ്തത്? അതിൽ മണ്ണ് വരാതിരിക്കാൻ, അത് ചീത്തയാവാതിരിക്കാൻ. और किन किन चीज़ों पर खोल चढ़ाया जाता है. വേറെ എന്തൊക്കെ സാധനത്തിലാണ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത്? ഗിറ്റാർ, വയലിൻ, നമ്മൾ കണ്ണട അത് കവർ ചെയ്യും, സോഫ. ഗാവോ ബജാവോ ഇതൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. സാരംഗി, ढोलक, इकतारा, तबला, बांसुरी, शहनाई, डफली, सितार, गिटार, हारमोनियम. ऊपर संगीत के बाजों के नाम लिखे हैं. म्यूज़िकल इंस्ट्रूमेंट्स, इनमें से कुछ तार छेड़कर बजाए जाते हैं और कुछ हाथ से थाप देकर. കുറച്ച് സ്ട്രിങ് ഇൻസ്ട്രുമെൻസും സ്ട്രിങ്സിനെ അടിച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് താപ് ദേക്കർ ടപ്പ് ടപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇൻകെ നാം സഹി ജഗ പർ ലിഖോ. താർ വാലെ സ്ട്രിങ്സ് ഉപയോഗിച്ച് വായിക്കുന്ന അതാണ് താർ വാലെ. സാരംഗി, ഇക്താര, സിത്താർ, ഗിറ്റാർ. थाप वाले तबला, ढोलक, डफली.
कुछ नाम बच भी गए होंगे, उन्हें अन्य के नीचे लिखो। बांसुरी, हारमोनियम, शहनाई। ऊपर लिखे बाजों को जगह जगह पर बजाया जाता है. ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പല സ്ഥലത്താണ് ഉപയോഗിക്കുക. सोच कर लिखो इन जगहों पर क्या क्या बजाया जाता है. रेलगाड़ी या बस में, ട്രെയിനിൽ നമ്മൾ കണ്ടിട്ടില്ലേ ബാൻസുരി, പിന്നെ ഡഫ്ലി കൊട്ടിപ്പാടുന്നത്. घर पर किसी अवसर पर, വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ढोलक, शहनाई. भजन कीर्तन में तबला, सितार. स्कूल में किसी अवसर पर, സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ हारमोनियम, गिटार. इस कहानी में मिठास की बात है. मिठास की बात है. ഈ കഥയിൽ സ്വീറ്റ്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. तुम्हें कौन कौन सी मीठी चीज़ें अच्छी लगती है. നിങ്ങൾക്ക് എന്തൊക്കെ മധുരമായ സാധനങ്ങളാണ് ഇഷ്ടം. പായസം, ഹലുവ. क्या खाने की चीज़ें सिर्फ मीठी ही होती है. मीठे के अलावा उनका और क्या क्या स्वाद होता है. കഴിക്കുന്ന ഭക്ഷണം എന്താ മധുരം മാത്രമാണോ, വേറെ എന്തൊക്കെയാണ് സ്വാദുകൾ ഉണ്ടാവുക. പുളി ഉണ്ടാവും, എരിവുണ്ടാവും. अब नीचे लिखी खाने पीने की चीज़ों को स्वाद के हिसाब से लगाओ. ഇവിടെ കുറച്ച് കഴിക്കുന്ന ഭക്ഷണമാണ്, അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് എഴുതാം. ഈ കോളത്തിൽ നമുക്ക് മധുരം എഴുതാം, ഇത് എരിവും പുളിയും, ഇത് എന്താ കയ്പുള്ളത്. ആം, ആം രണ്ടിലും വരും. നല്ല പഴുത്ത മാങ്ങ മധുരമായിരിക്കും, ചില മാങ്ങകൾ പുളി ഉണ്ടാവും. മിർച്ച് കാ അച്ചാർ, അച്ചാർ എരിവല്ലേ, അപ്പോൾ അത് ഇതിൽ എരിവുള്ള ഇവിടെ. ജൽജീര ഒരു പുളിയുള്ള ഡ്രിങ്കാണ്, ഈ ലെമൺ വാട്ടർ മാതിരി. നീമ്പു നല്ല കട്ട പറഞ്ഞാൽ നല്ല പുളി, അല്ലെങ്കിൽ അത് കയ്പ്പ് മാതിരി തോന്നും. ഷഹദ്, ഹണി മധുരം. ചീനി, ഷുഗർ മധുരം. നമക്ക് എരിവ് പുളി അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ. ദൂദ് മധുരം, മിൽക്ക്. ആവല നെല്ലിക്ക, കടുവ കയ്പല്ലേ അത്. കരേല അത് ശരിക്കും കയ്പിൽ തന്നെയാണ് വരിക, കരേല കയ്പയ്ക്ക. അദരക് ഇഞ്ചി, അത് എരിവിൽ വരും. ഇതിൽ കുറച്ച് സാധനങ്ങൾ ചിലവർക്ക് കയ്പായിരിക്കും, ചിലവർക്ക് നല്ല പുളിയായിരിക്കും, അതിനനുസരിച്ച് ചെയ്യാം. तुम इस तालिका में कुछ नाम अपने मन से भी जोड़ सकते हो. ഈ കോളത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരവും കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ചേർക്കാം. नीचे लिखे शब्दों को बोलकर देखो. बांसुरी, बंसी. हंस, चंद्रबिंदु, बिंदु. अब नीचे दिए गए शब्दों में चंद्रबिंदु या बिंदु लगाओ. चांद, चंद्रबिंदु. चंदन, बिंदु. मंगलवार, बिंदु. मांगना, चंद्रबिंदु. सुंदर, बिंदु. शाम, चंद्रबिंदु. झांसी, चंद्रबिंदु. झंझट, बिंदु. कंकड़, बिंदु. कांपना, चंद्रबिंदु. अंधा, बिंदु. आंधी, चंद्रबिंदु. चांद, मून. चंदन, सैंडल. मंगलवार, ट्यूसडे. मांगना, വാങ്ങിക്കുക. സുന്ദരായ സാധനം. സാംപ്, സ്നേക്ക്. ഝാൻസി ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. झंझट, പ്രോബ്ലം. കാംപ്ന, വിറയ്ക്കുക. കങ്കഡ്, ഒരു വള. അന്ധ, കണ്ണ് കാണാത്ത ആൾ. ആന്ധി, കൊടുങ്കാറ്റ്.